കുഞ്ഞങ്ങനെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഹൃദയത്തിൽ നിന്ന് തന്നെ 2 ദ്വാരങ്ങളുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് കുഞ്ഞിനുണ്ട്. അതെല്ലാ കുഞ്ഞിൻ്റെ അത് മാഞ്ഞു പോകണ്ടേ, അത് ജനിക്കുന്നതിന് മുന്നേ അത് മാറണ്ടേയാണ്. കുഞ്ഞിനതിപ്പോഴും മാറിയിട്ടും ഇല്ല. കുറച്ച് പേരൊക്കെ ഇങ്ങനെ അവർക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനും ഉണ്ടായിരുന്നു, അത് മാറി എന്നൊക്കെ. കുഞ്ഞിനൊരു പ്രോബ്ലം കാണുമെന്നോ. അനാമിയെ ഈ റൂമിൽ നിന്ന് ബെഡിലോട്ട് ആക്കിയതിന് ശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് ഇത് പറയുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചായിരുന്നു. എത്ര മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞത്? 7 കഴിഞ്ഞപ്പോഴത്തേന്. കുഞ്ഞിനെ കുളിപ്പിച്ച് തുടങ്ങിയിട്ടില്ല ഇതുവരെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ 2-3 ദിവസം കുഴിക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കാണിക്കാൻ. വെയിറ്റ് കൂടുന്നില്ല, അതൊരു വിഷയമാണ്. 2-2.25 വേണം കുഞ്ഞിനെ, 2.5 എങ്കിലും വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ. 1 900 2 100 അങ്ങനെ കുഞ്ഞല്ലേ, നമുക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. പാലല്ലേ, അവളാണെങ്കിൽ ഇപ്പോഴും ഉറക്കമോ, അങ്ങനെ പാല് കുടിക്കുന്നുമില്ല. അമ്മ അനാമിയെ നോക്കുന്നില്ല എന്നും പിന്നെ കമന്റുകൾ വേറെ വരുന്നു. അത് അനാമിയല്ലേ പറയട്ടെ. നമ്മൾ ഈ വീഡിയോ മാത്രമല്ലേ ആൾക്കാർ കാണുന്നുള്ളൂ. അനാമിയെ നോക്കുന്നില്ലെങ്കിൽ അവള് ഇപ്പം എൻ്റെ വീട്ടില് ഇവരുടെ കൂടെ സന്തോഷമായിട്ട് കഴിയും. ചില ഫാമിലിയില് മക്കളെ നോക്കും, മരുമക്കളെ നോക്കില്ല. നമുക്ക് അങ്ങനെ നോക്കാനാണെങ്കിൽ അവളെ മോളായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വീഡിയോ ആകെ കണ്ടത് അന്നില്ല, പ്രസവത്തിന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവളെ ശ്രദ്ധിച്ചില്ല, അതാ കൂടുതൽ വന്നത്. നമ്മൾ ആദ്യം ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു. വിഷ്ണു 50 കിലോ ഉണ്ടാവുള്ളൂ. അതിന്റെ വേറൊരു കാര്യമുണ്ട്, മനസ്സിൽ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരം അറിയാതെ വണ്ണം വെച്ച് പോകും. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തില് വിഷ്ണു ഒത്തിരി മാറി ആക്റ്റീവായിരുന്നു. കാരണം അനാമിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ആക്റ്റീവാ, ഫുൾ ആക്റ്റീവാ. സംസാരിക്കുന്ന തുടരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ അത്ര സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു, ചെറിയ രീതിയിലൊരു ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറിയായിരുന്നു. കാരണം കുഞ്ഞുണ്ട്, അനാമികയുണ്ട്, അവരുടെ സന്തോഷവും ഫാമിലി സന്തോഷവും ഒത്തിരി മാറി ഞങ്ങൾ.